ലൈവിൽ ഇപ്പോൾ നടന്ന ഒരു പൊരിഞ്ഞ അടിയെ പറ്റിയാണ് പറയുന്നത്. അവിടെ ജയിൽ നോമിനേഷൻ നടക്കുന്നു. അപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നപ്പോൾ നമ്മുടെ ശൈത്യ വന്ന് നോമിനേറ്റ് ചെയ്ത് ജിസേലിനെയാണ്. എന്നിട്ട് അതിന് കാരണമായിട്ട് ശൈത്യ പറഞ്ഞത്, അന്ന് നെവിൻ രേണു സുധിക്ക് എന്തോ കേക്കോ മുട്ടായോ കൊടുത്തപ്പോൾ ജിസേൽ അത് കണ്ടുകൊണ്ട് വന്നിട്ട് നെവിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞിട്ട് ജിസേൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: നീ ആരാണ് എന്നോട് ചോദിക്കാതെ ഈ ഇഡിയറ്റ്സിനൊക്കെ ഫുഡ് കൊടുക്കാൻ നീ ആരാണ് എന്ന് ജിസേൽ ചോദിച്ചു. പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി ഈ ആക്ടിവിറ്റി ഏരിയ കിടന്ന് ഇത്രയും അടിമകൾ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കാൻ നമുക്ക് തോന്നിയില്ല, ഈ ഇഡിയറ്റ്സിന് കൊടുക്കാനാണ് നമുക്ക് തോന്നിയത് എന്നുള്ള രീതിയിൽ ജിസേൽ പറഞ്ഞു എന്നാണ് ശൈത്യ പറയുന്നത്. അത് ശരിയാണ്, ലൈവ് കണ്ടവർക്കറിയാം. ജിസേൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നെവിൻ്റെ. ജിസേലിൻ്റെ സമ്മതമില്ലാതെ അനുമോക്കും ആദിലയ്ക്കും രേണുവിനൊക്കെ ഫുഡ് കൊടുത്തതിന് ജിസേൽ നെവിനെ വഴക്ക് പറയുന്നുണ്ട്, ഇഡിയറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാണ് ശൈത്യ നമ്മുടെ ജിസേലിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നൂറയും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ജിസേലിന് ഭയങ്കരമായ പ്രശ്നമുണ്ടായി. ജിസേലിനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ അതിനെ എതിർത്തു. അതായത് ആര്യൻ, അപ്പാനി, അക്ബർ ഇവരടങ്ങുന്ന ഗ്രൂപ്പ്, റന ഫാത്തിമ ഇവരെല്ലാം അടങ്ങുന്ന ഗ്രൂപ്പ് ഈ ശൈത്യയുടെയും നൂറയുടെയും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തു. നൂറ പറയുന്നുണ്ട്, നിങ്ങൾ 24 മണിക്കൂറും വലിയ ഹ്യൂമാനിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ, നിങ്ങളൊരു ഫേക്ക് നന്മമരമാണെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ലൈവിൽ ഭയങ്കരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം ഉണ്ടാവുകയാണ്. ശൈത്യയുമായിട്ടും നൂറയുമായിട്ടൊക്കെ ജിസേലിൻ്റെ ഗ്രൂപ്പും അവർ ഭയങ്കരമായിട്ട് ഉടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. എന്തായാലും അവിടെ ജയിച്ചത് ജിസേലിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. കാര്യം ഏകദേശം അനുമോക്ക് 11 വോട്ടോളം കിട്ടി. 11 വോട്ടോളം കിട്ടിയ അനുമോളും 10 വോട്ടോളം കിട്ടിയ അനീഷുമാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ ജയിലിൽ പോകുന്നത്. എന്തായാലും ഈ ലൈവിനിടയിൽ ശൈത്യ പറഞ്ഞ കാര്യവും അതേപോലെ നൂറ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അത് ലൈവ് കണ്ടവർക്കറിയാം, കൃത്യമായ കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ജിസേൽ ഇത്രയും വലിയ പ്രകോപിതയാവേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സംഗതി ഉള്ള കാര്യമാണ് അവർ പറഞ്ഞത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇതേപോലെ അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.